ശബരിമല പാതയിൽ കണമല ഭാഗത്ത് അപകടങ്ങൾ പതിവാവുകയാണ്. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളും മുന്നറിയിപ്പും ഇല്ലാത്തതാണ് അപകടങ്ങൾ പതിവാകാൻ കാരണം. ഇന്നലെ ഇവിടെയുണ്ടായ അപകടത്തിൽ കർണാടക സ്വദേശിയായ ഹരിഹരന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അന്യസംസ്ഥാനത്ത് നിന്നും വരുന്ന ശബരിമല തീർത്ഥാടകർ പ്രധാനമായും ഉപയോഗിക്കുന്ന ദേശീയപാതയാണിത്. ഈ പാതയിലുടനീളം കുത്തനെയുള്ള ഇറക്കങ്ങളും വളവുകളുമാണ്. ശബരിമല തീർത്ഥാടകർ ഏറ്റവും അധികം അപകടത്തിൽപ്പെടുന്നതും ഈ പാതയിലാണ്. ഈ പാതയിൽ ഇന്നലെയാണ് കണമലയ്ക്ക് സമീപം ഒരു അപകടമുണ്ടായത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തുണ്ടായിരുന്ന ക്രാഷ് ഗാർഡും തകർത്താണ് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ക്രാഷ് ഗാർഡ് സ്ഥാപിച്ചിരിക്കുന്ന കുഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരു സിമെന്റ് ഇട്ട് ഉറപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ കുഴിയിലേക്ക് ക്രാഷ് ബാരിയറിന്റെ തൂണ് കുഴിയിലേക്ക് വെറുതെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വാഹനം വന്ന് ഇടിക്കുന്നതും അത് പൊളിഞ്ഞ് താഴേക്ക് മറിയുന്ന ഒരവസ്ഥയാണ് ഈ പാതയിലുള്ളത്. സ്ഥിരമായി ഇറക്കമുള്ള സ്ഥലത്ത് പല തവണ ഇത്തരത്തിൽ അപകടം ഉണ്ടായതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ കയറ്റവും ഇറക്കവുമുള്ള മറ്റു പല റോഡിലും ഉണ്ടാകാത്ത അപകടമാണ് ഈ കണമല അട്ടിയോളം ഒരു 1.5 കിലോമീറ്റർ ഭാഗത്തായിട്ട് തുടർച്ചയായിട്ട് അപകടം ഉണ്ടാകുന്നത്. ഈ ദേശീയപാതയിലെ പഴയ ക്രാഷ് ഗാർഡാണിത്. ഈ ക്രാഷ് ഗാർഡ് അത്യാവശ്യം ഉറപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ തൂണൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് പകരമായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞ ക്രാഷ് ഗാർഡാണ് ഈ കാണുന്നത്. ഇതിന്റെ തൂൺ ഉറപ്പിച്ചിരിക്കുന്നത് കുഴിയിലേക്ക് വെറുതെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഈ തൂണിന് ചുറ്റും സിമെന്റ് ഇട്ട് ഉറപ്പിക്കുകയോ മറ്റ് എന്തെങ്കിലും സാമഗ്രികൾ ഉപയോഗിച്ച് ഉറപ്പിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മുൻകാലത്തെ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചപ്പോൾ നല്ല രീതിയിൽ അത് കോൺക്രീറ്റ് ചെയ്ത് നല്ല ബലവത്തായ ഇതിൽ ഉറപ്പിച്ചാണ് അത് സ്ഥാപിച്ചത്. അതുകൊണ്ട് പല അപകടങ്ങൾ ഉണ്ടായ സമയത്തും ഈ ക്രാഷ് ബാരിൽ ഇടിച്ചിട്ട് ഈ വണ്ടി ഇവിടെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇത്തവണ കോൺക്രീറ്റ് ഉറപ്പിക്കാതെ വെറും മണ്ണിൽ തന്നെ ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. ശരിയായ ഉറപ്പ് നടന്നിട്ടില്ല. അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ ഈ വാഹനം വന്ന് ഇതിലിടിച്ച് അപകടത്തിൻ്റെ ആഘാതം കുറച്ച് ഇത് താഴെ പോകാതെ നിൽക്കൊണ്ട് കഴിഞ്ഞേനെ. ഈ പാതയിലുണ്ടാകുന്ന അപകടങ്ങൾക്ക് പലതാണ് കാരണം. ഡ്രൈവറുടെ അശ്രദ്ധ, ബ്രേക്ക് നഷ്ടപ്പെടുന്നത് തുടങ്ങി പല കാരണങ്ങളുണ്ട്. പക്ഷേ ഈ അപകടത്തിൻ്റെ എല്ലാം ആഘാതം കൂട്ടുന്നത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണങ്ങളാണ്. ശാശ്വതവും ശാസ്ത്രീയവുമായ പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. എരുമേലിയിൽ നിന്നും നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്.